നമസ്കാരം. താങ്കൾ MLM ബിസിനസ് മടുത്ത ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത 2 മിനിറ്റ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. MLM മടുക്കാനുള്ള കാരണം ഒരുപക്ഷെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകളായിരിക്കാം, അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് പൊതുവെ MLM ബിസിനസ് കുറെ കാലം നമ്മൾ വർക്ക് ചെയ്തതിനു ശേഷം ഒരുപക്ഷെ ഇത്രയും കാലത്തെ അധ്വാനം വെറുതെ പാഴായി പോയെന്ന് തോന്നിയ അവസരങ്ങൾ ധാരാളം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിലും, അതായത് കമ്പനി ഡിപ്പെൻഡന്റ് അല്ലാതെ, ലീഡർ ഡിപ്പെൻഡന്റ് അല്ലാതെ, ഓൺലൈൻ ഡിപ്പെൻഡന്റ് അല്ലാതെ ഒരു റെഗുലർ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങളൊന്ന് കേട്ടാലോ. ഇനിയുള്ള കാലത്ത് അത് പോസിബിൾ ആണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് വിശ്വാസം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് പൂർണ്ണമായിട്ടും കേൾക്കുക. ഇനിയുള്ള കാലത്ത് ടെക്നോളജിയുടെ കാലമാണ്. നമ്മൾ വീടാന്തരം കൊണ്ട് ഈ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്ത് അതിന് സർവീസ് ചെയ്ത് ഈ കാലമൊക്കെ കാലഹരണപ്പെട്ടതാണെന്ന് പറയാൻ പറ്റും. കാരണം ഇന്ന് ടെക്നോളജി ഉപയോഗിച്ച് അവരവരുടെ വീട്ടിലിരുന്ന് തന്നെ ലോകം മുഴുവൻ എത്തിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റികളുണ്ട്. അതും നേരത്തെ പറഞ്ഞ പോലെ ലീഡർ ഡിപ്പെൻഡന്റ് അല്ല, കമ്പനി ഡിപ്പെൻഡന്റ് അല്ല, ഓൺലൈൻ ഡിപ്പെൻഡന്റ് അല്ല. ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ആ സ്കില്ല് ഉപയോഗിച്ച് ഈ പറഞ്ഞ എല്ലാം നിന്ന് പോയാലും എല്ലാവരും നമ്മൾ ഉദ്ദേശിച്ചതിന് വ്യത്യസ്തമായിട്ട് അണത്തിക്കലായിട്ട് പ്രാക്ടീസുകൾ ചെയ്താലും നമ്മളുടെ ഇൻകത്തിനെ ബാധിക്കാത്ത ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാം, ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ചും കേട്ടിട്ടുണ്ടാവാം. ഇത് ഇന്ന് ഇന്ത്യയിൽ ലീഗലായി, പല ആൾക്കാർക്കും അറിയില്ല ലീഗലായെന്ന്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്കാമുകൾ ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര രൂപ തരാം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ തട്ടിപ്പ് സ്കാമുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. ഇന്ന് IITയിലും IIM പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ പ്രൊഫഷണൽ കോളേജുകളിൽ ഈ സബ്ജക്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് ഇന്ന് ലോകത്തെ തന്നെ 5ാമത്തെ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബൈബിറ്റും ലോകത്തെ 6ാമത്തെ എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബിറ്റ്കിറ്റും, ഈ 2 എക്സ്ചേഞ്ചുകളെ ഇത് നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ 2 എക്സ്ചേഞ്ചുകളുടെ ഒഫീഷ്യൽ പാർട്ണർ ആയിട്ടുള്ള മാർക്കറ്റ് ആൽഫ ക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ചേർന്ന് നമുക്ക് പ്രവർത്തിച്ചാൽ, കാരണം ബിറ്റ്കിറ്റ് എന്നും ബൈബിറ്റ് ഈ 2 എക്സ്ചേഞ്ചുകളും അവർ കസ്റ്റമർ അക്വിസിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർ കൂടുതൽ കസ്റ്റമേഴ്സിനെ അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഇടാൻ വേണ്ടിയാണ് അവർ മാർക്കറ്റ് ആൽഫ ക്വസ്റ്റ് എന്ന കമ്പനിയായിട്ട് അവർ പാർട്ണർ ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് രാവിലെ 6:30 മണിക്ക് പ്രാക്ടിക്കൽ സെഷൻ ട്രെയിനിങ് ഉണ്ട്. ഈ ക്രിപ്റ്റോയിലൂടെയും ബ്ലോക്ക് ചെയിനിലൂടെയും നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്ത് അവരവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ലോകത്തിന്റെ ഏത് മൂലയ്ക്കിരുന്നും ഏത് സമയത്തും നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഇൻകം ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻകം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഒരു 50,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയുള്ള ഇൻകം ഏതൊരാൾക്കും, വീട്ടിലെ എല്ലാ ആൾക്കാർക്കും, കുട്ടികൾക്ക് ഉൾപ്പെടെ, ഭാര്യയ്ക്കും കുട്ടികൾക്കും മുഴുവൻ ആൾക്കാർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാന്തര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് കൂടാതെ ഇത് പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ ആൾക്കാരെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചാൽ, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ സാധിച്ചാൽ, ഒരു സെർട്ടൺ ലെവലിന്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കിയ ടീമിൽ നിന്നും വരുന്ന ഒരു ടേൺ ഓവറിന്റെയോ ട്രേഡിന്റെ ഇതിനെ ബേസ് ചെയ്തിട്ടല്ല, ഗ്ലോബലായിട്ട് ഈ പ്രൊജക്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാർ ട്രേഡ് ചെയ്യുമ്പോൾ വരുന്ന ബ്രോക്കറേജിന്റെ സെർട്ടൺ പെർസെന്റേജ് നമ്മളിലേക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് നമ്മൾ ബിൽഡ് ചെയ്ത ടീം പോയാൽ തന്നെ ഒരു മിനിമം ബേസിക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ലോകം മുഴുവൻ ഈ പ്രൊജക്റ്റോടെ നടക്കുന്ന ട്രേഡിന്റെ ബ്രോക്കറേജിന്റെ സെർട്ടൺ പെർസെന്റേജ് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ടീം പോയാൽ പോലും ഇൻകം കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിന്റെ യുണീക്ക് ആയിട്ടുള്ള കാര്യം. അത് കമ്പനി ഡിപ്പെൻഡന്റ് അല്ല, ലീഡർ ഡിപ്പെൻഡന്റ് അല്ല, നമ്മുടെ ടീമിലെ താഴെയുള്ളവർ ഡിപ്പെൻഡന്റ് അല്ല. ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ ആൾക്കാരും സ്വന്തമായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവർ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻകം ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അവരുടെ ലൈഫിന് എന്തെങ്കിലും ബാധിക്കുമോ എന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവർക്ക് ഒരു സർവൈവൽ ഇൻകം തീർച്ചയായിട്ടും കൊടുക്കാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ സാധിക്കും. ശരിയായ രീതിയിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ എടുക്കാവുന്ന ഏറ്റവും നല്ല ഡിസിഷൻ ആയിരിക്കും. എന്റെ വർഷങ്ങളുടെ ഈ ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്, നമ്മൾ വർഷങ്ങളുടെ അധ്വാനം ഒരുപക്ഷെ പാഴായി പോകാതിരിക്കാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയിൽ വരിക. അതോടൊപ്പം ടെക്നോളജി ഉപയോഗിച്ച് അനാവശ്യ ചെലവുകളില്ലാതെ വണ്ടി ഓടിച്ചും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചും ബിസിനസ് ബിൽഡിംഗ് എക്സ്പെൻസ് ഇല്ലാതെ വീട്ടിലിരുന്ന് തന്നെ കിട്ടുന്ന ഇൻകം നെറ്റ് പ്രോഫിറ്റ് ആക്കാൻ പറ്റുന്ന ഒന്നാന്തര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കൂ. താങ്ക് യു.